ഹലോ, ഈ ടൈംസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ ക്രിസ്മസ് ഡിന്നർ റെഡിയാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ബീഫ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ടർക്കി ഉണ്ട്. 3 ഡിഷസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ ചിക്കൻ സാധാ ഇന്ത്യൻ മസാല തേച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. ടർക്കിയും ബീഫ് സ്ട്രിപ്ലോയിനും ആണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് റോസ്റ്റഡ് ബീഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് നൂലുപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ബീഫിനെ ഒന്ന് കിട്ടാൻ പോകുന്നത് വെച്ചാൽ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് പോകാതെ നല്ല ഷേപ്പിൽ റോസ്റ്റായിട്ട് വരുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന നൂല് സാധാ നൂലാണ്. നമ്മളൊരു 2-3 ലെയേഴ്സ് അത് എടുത്തിട്ടാണ് ആ നൂല് ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കല്ലാതെ ബുച്ചറി ഷോപ്പിൽ ഇതിൻ്റെ നൂല് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള കെട്ടിയ ഇങ്ങനത്തെ മീറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിവിടെ സെപ്പറേറ്റ് ആണ്, നമ്മൾ തന്നെ കെട്ടുവാണ് ചെയ്തത്. ബീഫ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ എല്ലാ സൈഡും കെട്ടി കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സോൾട്ടും പെപ്പറും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി സാധാ സോൾട്ടാണ് ഉപയോഗിച്ചത്. നമുക്ക് വേണമെങ്കിൽ സീ സോൾട്ട് അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നോർമൽ സാധാ സോൾട്ട്, പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പെപ്പറാണ്. നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്ത പെപ്പറാണ്. നമ്മുടെ നാട്ടിലെ കുരുമുളക് അത് നമ്മൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രഷ് ചെയ്ത് സാധാ സോൾട്ടും ഉപയോഗിച്ചിട്ട് നമ്മളത് മാരിനേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളങ്ങനെ 2 സൈഡിലും ഫുള്ളും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് ജസ്റ്റ് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഒരു കോട്ടും കൂടെ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോസ്മേരിയും കുറച്ച് ഗാർലിക്കും കുറച്ച് തൈമും എടുത്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഡിജോൺ മസ്റ്റാർഡിൻ്റെ കൂടെ നമ്മളത് മിക്സ് ചെയ്യുവാണ്. എന്നിട്ട് ജസ്റ്റ് അത് ഉപയോഗിച്ച് ഒന്നും കൂടെ ബീഫിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക 2 സൈഡും. ഇവിടെ ബീഫിനുള്ള മാരിനേഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിജോൺ മസ്റ്റാർഡ് ഇട്ടു. നമ്മൾ അതിനകത്തോട്ടേക്ക് കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തൈമും ഗാർലിക്കും റോസ്മേരിയും എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകും. ഇപ്പോൾ ഇത്തിരി ഒരുപോയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ബീഫിൻ്റെ മുകളിൽ 2 സൈഡിലും നമ്മൾ പെപ്പർ സോൾട്ട് ഇട്ട പോലെ സെയിം രീതിയിൽ തന്നെ നമ്മളത് ജസ്റ്റ് ഫുള്ളും 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ മസ്റ്റാർഡ് പേസ്റ്റൊക്കെ തേക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കത് സീർ ചെയ്യായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ അതിനുള്ള വലിയ പാൻ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് ഓവനിൽ ഒരു 250 ഡിഗ്രിയിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. വേണമെങ്കിൽ ഈ മാരിനേറ്റ് ചെയ്യണേക്കാൾ മുമ്പ് നമുക്കത് സീർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടർക്കിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു 6 kg ടർക്കിയാണ് എടുത്തേക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ടർക്കിയുടെ സ്കിന്നും ഫ്ലഷും തമ്മിൽ ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അതിനകത്ത് ബട്ടറൊക്കെ ഫില്ല് ചെയ്യാനുള്ളതുകൊണ്ട് നമ്മളത് ജസ്റ്റ് 2 സൈഡിലും നല്ലോണം സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കൈ വെച്ചിട്ട്. ഇപ്പം നമ്മളിവിടെ ഏകദേശം നമ്മുടെ ടർക്കി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടർക്കി ട്രേയിലോട്ട് മാറ്റാൻ പോവുകയാണ്. നമുക്ക് ഓവനിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടർക്കി ട്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് തൈമും അതുപോലെ തന്നെ സേജും അരിഞ്ഞെടുക്കാം. അത് നമുക്കൊരു 200 ഗ്രാം ബട്ടറിലോട്ട് നമുക്കത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ലെമണിൻ്റെ കുറച്ച് തൊലി ഗ്രേറ്റ് ചെയ്തതും കുറച്ച് ലെമൺ ജ്യൂസ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ടർക്കിയുടെ ഉള്ളിലോട്ട് നമുക്കത് ജസ്റ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതാണ് നിറച്ച് കൊടുക്കേണ്ടത്. 2 ജോയിൻസിൻ്റെ ഇടയിൽ നന്നായിട്ട് സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ ടർക്കിയുടെ ഉള്ളിലും നല്ല രീതിയിൽ തന്നെ സോൾട്ടും പെപ്പറും മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കുക.
ഫസ്റ്റ് ബട്ടർ മാരിനേഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. ടർക്കിയുടെ 2 ടൈസിൻ്റെ ഇടയിലും അതുപോലെ തന്നെ ബ്രസ്റ്റിലും ടർക്കിൻ്റെ ഉള്ളിലും ഒക്കെ നമ്മൾ നല്ലോണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ ഹോൾ ടർക്കിയിൽ ഫുള്ള് ഈ ബട്ടറെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ സൈഡിലും എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ടർക്കിയുടെ ടേസ്റ്റ് കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിളിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തൈമും അതുപോലെ തന്നെ കുറച്ച് സേജും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് നിറച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യും. നമ്മളിതെല്ലാം 1 ഡേ പ്രയറായിട്ട് തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം എന്നാലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ടർക്കിയും ബീഫൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതൽ നമ്മൾ കുറച്ച് പൊട്ടറ്റോ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 170 ടെമ്പറേച്ചറിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഓൾമോസ്റ്റ് 2 hours നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടർ അതിൻ്റെ കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നമ്മുടെ ബീഫും ടർക്കിയും ഇവിടെ നല്ലോണം കുക്കായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു തെർമോമീറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ടെമ്പറേച്ചർ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ കറക്റ്റാണ്, റെഡി ടു സെർവ് ആയിട്ടുണ്ട്. ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ ചെറിയൊരു മിനി ബൊഫയും ടേബിളും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ടർക്കിയുടെയും ബീഫിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ ടൈംസിൻ്റെ മെരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ടൈംസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.